സ്വാമി ഗുരുശ്രീയുടെ അത്രൈതം എന്ന ഗ്രന്ഥത്തിന് ഡോക്ടർ എം ശ്രീനാഥൻ എഴുതിയ അവതാരിക. മലയാളം യൂണിവേഴ്സിറ്റിയിലെ റിട്ടയേർഡ് പ്രൊഫസറാണ് ഡോക്ടർ എം ശ്രീനാഥൻ. ഇദ്ദേഹത്തിൻ്റെ മുഖ്യമായ അന്വേഷണ മേഖല ഭാഷാശാസ്ത്രമാണ്. ദേശീയ അന്തർദേശീയ ഗവേഷണ ജേർണലുകളിൽ നിരവധി പ്രബന്ധങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഓഥർ, എഡിറ്റർ എന്നീ നിലകളിൽ 30ഓളം പുസ്തകങ്ങളാണ് ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സമരകോശം, ചട്ടമ്പിസ്വാമികളുടെ ജ്ഞാന നവോത്ഥാനം, AR നിഘണ്ടു എന്നിവയുടെ ഓഥറും മലയാള ഭാഷാചരിത്രം, പുതുവഴികൾ, മിഷണറി ഭാഷാശാസ്ത്രം, ഭാഷാഭേദ പഠനം മലപ്പുറം എന്നിവയുടെ എഡിറ്ററുമാണ് ഡോക്ടർ എം ശ്രീനാഥൻ. അത്രൈതം നവജ്ഞാനോദയ സംഹിത. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഇത് ഒരു പരസ്യവാചകമായി നമുക്ക് പരിചിതമാണ്. മനുഷ്യർ കൂടുതൽ അന്യവൽക്കരണത്തിനും അമാനവീകരണത്തിനും വിധേയരായിരിക്കുന്ന സന്ദർഭത്തിൽ പരസ്യവാചകം എന്നതിനപ്പുറം ഇത് ഏറെ പ്രസക്തമാകുന്നുണ്ട്. എല്ലാ മനുഷ്യരും സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്. ആർത്തി വർദ്ധിക്കുന്നതല്ലാതെ ആർത്തി പൂരണം സാധ്യമാകുന്നുമില്ല. താൽക്കാലിക സന്തോഷത്തിനപ്പുറം ജീവിതം ആനന്ദ നിർവൃതിയിലേക്ക് കടക്കുന്നുമില്ല എന്നതാണ് വർത്തമാന ദുരവസ്ഥ. ദുര്യോഗം എന്തെന്നാൽ ഭൗതിക സൗകര്യങ്ങളും സമ്പത്തും വർദ്ധിച്ചെങ്കിലും ആർക്കും സന്തോഷം നേടാനാകുന്നില്ല എന്ന വാസ്തവമാണ്. പാശ്ചാത്യ പൗരസ്ത്യ തത്വചിന്തകളും മതങ്ങളും പ്രസ്ഥാനങ്ങളും കണക്കിലേറെ ഉണ്ടായെങ്കിലും മനുഷ്യരുടെ മാനവീകരണം പ്രതീക്ഷിച്ചതുപോലെ സാധ്യമാകുന്നില്ല. ഇതൊരു ജീവശാസ്ത്ര പ്രശ്നമല്ല. ജീവശാസ്ത്രപ്രകാരം ആധുനിക മനുഷ്യജീവി ഉദയം കൊണ്ടിട്ട് നൂറ്റാണ്ടുകളായി. ഇക്കാലങ്ങളെല്ലാം പിന്നിട്ടിട്ടും മാനവീകരണം പൂർത്തിയായിട്ടില്ല എന്നു മാത്രമല്ല, മനുഷ്യർക്ക് ജീവിഗണമെന്ന നിലയിലുള്ള ശേഷിയിൽ ഭംഗമേറെയുണ്ടാവുകയും ചെയ്തു. മനുഷ്യ പുരോഗതി വിലയിരുത്തുന്ന സാമ്പത്തിക സാമൂഹിക സൂചികകൾ പലതുണ്ടായെങ്കിലും ജീവിഗണങ്ങളിൽ സവിശേഷഗണമായ മനുഷ്യരിൽ അനിവാര്യമായ തൃപ്തിബോധം സൃഷ്ടിക്കുന്ന ആനന്ദവിനിമയത്തിൻ്റെ സാധ്യതകൾ എന്തെന്ന് അറിയാനോ അത് ലഭ്യമാക്കാനുള്ള മാതൃകകളോ പലപ്പോഴും ഭൗതിക വികസനത്തിലാണ്ടു നിൽക്കുന്ന പാശ്ചാത്യ ധൈഷണിക ചർച്ചയിൽ ഇടം കണ്ടെത്തുന്നില്ല. മനുഷ്യരെ ഒരു ജീവിവർഗം എന്ന നിലയിലുള്ള പരിഗണനയ്ക്കപ്പുറം സാമൂഹിക ജീവിയായി മാത്രം കണ്ടുകൊണ്ട് ഭാഷാചിന്ത, വംശചിന്ത, അസമത്വം, ദേശീയത, സ്വാതന്ത്ര്യം, സ്വത്വം തുടങ്ങിയുള്ള ചർച്ചകൾക്കാണ് കൂടുതൽ പ്രാധാന്യം ലഭിച്ചത്. ഇതിനെയെല്ലാം അടിസ്ഥാനമാക്കിയാണ് മാനവീകരണ തോതും ഉറപ്പിക്കുന്നത്. അതുകൊണ്ടുതന്നെ മനുഷ്യരുടെ സംതൃപ്തി എന്നത് ശാസ്ത്രബാഹ്യമായി ഇന്നും തുടരുന്നു. മനുഷ്യവർഗത്തിൻ്റെ സ്വാഭാവിക ശേഷി എന്തെന്നറിയാനോ തനത് സവിശേഷതകൾ അടുത്തറിയാനോ ഉള്ള ശ്രമങ്ങൾക്ക് പ്രാധാന്യം പൊതുവിൽ ലഭിച്ചില്ല. ഈ പശ്ചാത്തലത്തിൽ സന്തോഷകാംക്ഷിയായ മനുഷ്യകുലത്തിന് സന്തോഷം പ്രദാനം ചെയ്യാനെന്താ വഴി എന്ന ആലോചനയ്ക്ക് ഒരു ബദൽ ചിന്തയുടെ മുഖമുണ്ട്. സ്വാമി ഗുരുശ്രീയുടെ അന്വേഷണം ഈ നിലയ്ക്കാണ് നീങ്ങുന്നത്. മനുഷ്യർക്ക് നിത്യാനന്ദം പ്രദാനം ചെയ്യാൻ ആത്മീയത ഒരു വഴിയായി ഭാരതത്തിൽ മതചിന്ത പണ്ടേ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും സ്വാമി ഗുരുശ്രീയുടെ ബദൽ അന്വേഷണം ഭാരതീയ മതചിന്തയിൽ സവിശേഷമായി അദ്വൈത ചിന്തയിൽ ഉടക്കുമല്ലോ. ആത്മനും ബ്രഹ്മനും ഏകമാണോ, ദ്വൈതമാണോ? ഇവയിൽ ഏതാണ് യുക്തിക്ക് നിരക്കുന്നതും മനുഷ്യന് സഹായകമാകുന്നതും എന്ന് അന്വേഷിച്ചുറപ്പിക്കേണ്ടതുണ്ട്. മതചിന്ത വിഭാവനം ചെയ്തതുപോലെ മാനവീകരണമോ മനുഷ്യർക്ക് ആനന്ദലബ്ധിയോ ഉണ്ടാകുന്നില്ല എന്ന് ആധുനിക ശാസ്ത്ര പരിചയമുള്ള സ്വാമി ഗുരുശ്രീക്ക് തിരിച്ചറിയാനാവുമെന്നത് വാസ്തവമാണ്. നൂറ്റാണ്ടുകളായി ദൃഢീകൃതമായിരിക്കുന്ന മതതത്വശാസ്ത്രത്തെയും ആചാര്യവൃന്ദത്തെയും അതിലേറെ ക്ഷേത്ര സംസ്കൃതിയെയും നേരിടുക എന്നത് എളുപ്പമല്ലെന്ന് വ്യക്തമായി അറിയാമെങ്കിലും ആധുനിക ശാസ്ത്രബോധവും മാനവീകരണ ത്വരയും അതിലേറെ ആനന്ദലബ്ധിക്കുള്ള സാധ്യത അന്വേഷണ വാഞ്ചയും
ദൃഢീകൃത മതവ്യവഹാര അപഗ്രഥനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. മതത്തിൻ്റെ തത്വമഹിമയ്ക്ക് രക്ഷാധികാരികൾ ഏറെയുള്ള കാലമാണിത്. മതത്തിൻ്റെ രക്ഷാഭടന്മാർ കൂടുതൽ യുദ്ധസജ്ജരുമാണ്. മതവിശ്വാസത്തെ ജീവിതചര്യയാക്കി രാഷ്ട്രീയമായി മാറ്റിക്കുന്നതിൽ ഊർജിത ശ്രമം നമുക്ക് ചുറ്റും അരങ്ങേറുന്നുമുണ്ട്. ഹിന്ദു രാജ്യവും ഹിന്ദു സ്വത്വവും വിഭാവനം ചെയ്യുന്ന കാലത്ത് ഹിന്ദുമതം ഇന്ത്യയിൽ ജീവിക്കാനുള്ള പൗരാവകാശമായി നിർണയിക്കപ്പെടുമ്പോൾ മതവിരുദ്ധർക്കും അന്യമതസ്ഥർക്കും ഇടമില്ലാത്ത സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ വേളയിൽ മതദർശനം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് അക്കാദമികമായി അഭിപ്രായപ്പെടാം. പക്ഷേ ആര് സധൈര്യം ഈ ദൗത്യം ഏറ്റെടുക്കുമെന്നത് പ്രധാനമാണ്. മതവിശ്വാസികളെന്ന് പറയുന്നതിൽ മതത്തെ മനസ്സിലാക്കാതെ പിന്തുടരുന്ന വിശ്വാസികളാണധികം പേരും. പിന്തുടരുന്ന വിശ്വാസികളാകട്ടെ മതം രക്ഷാകവചമാണെന്നും അത് സനാതനമാണെന്നും എല്ലാ കാലത്തും നിലനിൽക്കേണ്ടതാണെന്നും വിശ്വസിക്കുന്നവരാണ്. മതത്തിൻ്റെ ലക്ഷ്യവും മാർഗവും മനസ്സിലാക്കുന്നവരാണിവർ എന്ന് ധരിക്കേണ്ട. പുരോഹിതവർഗം ഇത് രണ്ടും അറിയാമെന്ന ധാരണയിൽ മുഴുകുന്നുവെന്നു മാത്രം. മതഗ്രന്ഥ സഞ്ചയം വിമർശനാത്മകമായി അപഗ്രഥിച്ച് സമഗ്ര വ്യാഖ്യാനം ചെയ്യാനൊന്നും ആരും മുതിരാറില്ല. വ്യാഖ്യാതാക്കളാകട്ടെ വിശ്വാസമുറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പൊതുവിൽ ചെയ്തു വരുന്നത്. ചുരുക്കത്തിൽ മതം ഒരു ആത്യന്തിക പക്ഷമാണെന്ന ബോധം സ്ഥാപിച്ചെടുക്കലാണ് സംഘടിതമായി പണ്ഡിതരും പുരോഹിതരും അനുവർത്തിക്കുന്ന നയം. സൂക്ഷ്മമായി പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ ആത്യന്തിക പക്ഷവാദം. പൊതുവിൽ ഇത്തരമൊരു ചിന്തയ്ക്ക് ആരും മുതിരാറില്ല. സമൂഹത്തിൻ്റെ ഔദാസീന്യ നയമാണിത്. അതുകൊണ്ട് ആത്യന്തിക സത്യവാദം ദൃഢീകൃത വ്യവഹാരമാക്കി തന്നെ മതവ്യവഹാരങ്ങൾ മനുഷ്യബോധത്തെ എക്കാലത്തും നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കും. മറിച്ചുള്ള ചിന്ത ഒരു ജിജ്ഞാസുവിലെ അങ്കുരിക്കൂ. അനൈക്യത്തെ ഉച്ചാടനം ചെയ്യാനോ ജാതി വിപാടനം ചെയ്യാനോ സാഹോദര്യം സൃഷ്ടിക്കാനോ ഒന്നും മതത്തിനായിട്ടില്ല എന്ന യാഥാർത്ഥ്യം സൗകര്യപൂർവം നാം മറന്നുകളയും. പകരം മതപരിവർത്തനത്തെ രാഷ്ട്രീയവൽക്കരിക്കും. നൂറ്റാണ്ടുകളായി നടമാടുന്ന മതത്തിൻ്റെ കെടുതി കണ്ടിട്ടാണ് മതം മാറരുത്, മതത്തിൽ നിന്നും മാറണം എന്ന ആശയം സ്വാമി ഗുരുശ്രീയിൽ പിറവികൊണ്ടത്. അധീശത്വ മേൽക്കോയ്മയുടെയും അന്യവൽക്കരണത്തിൻ്റെയും ചരിത്രം സാമ്പത്തിക ചൂഷണത്തിൻ്റേത് മാത്രമല്ല, ബോധമലിനീകരണത്തിൻ്റേതും കൂടിയാണ്. എല്ലാ കാലത്തും ബോധത്തെ നിഗൂഢവൽക്കരിച്ചുകൊണ്ടാണ് അധീശത്വ മേൽക്കോയ്മ അംഗീകാരം നേടുന്നത്. സാമൂഹ്യ ഘടനയിൽ മതബോധത്തെ ഒരു സ്വാഭാവിക യാഥാർത്ഥ്യമാക്കി അംഗീകരിപ്പിക്കാൻ കഴിയുന്നു. നാം സ്വാഭാവികം എന്ന് വിശ്വസിക്കുന്നത് വഴി ഉപരിവർഗത്തിൻ്റെ മേൽക്കോയ്മയ്ക്ക് മൗനാനുമതി നൽകുകയാണ് ചെയ്തു വരുന്നത്. അതുകൊണ്ട് സ്വാഭാവികത എന്തെന്നത് തിരിച്ചറിയണമെങ്കിൽ ധാരണകളെ തീയാളിച്ചേ മതിയാകൂ. മറിച്ചാണെങ്കിൽ മാനവീകരണം ഒരു യാഥാർത്ഥ്യമാകില്ല, അതൊരു പ്രഹേളികയായി തുടരും. ബോധത്തിൽ ആവേശിച്ചിരിക്കുന്ന കപട മതധാരണകളെ മൂല്യനിർണയം ചെയ്ത് മാത്രമേ പുതുചിന്തയ്ക്ക് സാധ്യതയുള്ളൂ. നിക്ഷിപ്ത താൽപ്പര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തലമുറകളെ കൊണ്ടുപോലും അനുസരിപ്പിക്കാനും അംഗീകരിപ്പിക്കാനും ഉതകുന്നതാണ് ദൃഢീകൃതമായിരിക്കുന്ന മതവ്യവഹാരങ്ങൾ. സാമാന്യ ബോധത്തെ നിയന്ത്രിക്കുക എന്നതാണ് മതവ്യവഹാരങ്ങൾ നിർവഹിക്കുന്ന ധർമ്മം. നിഷേധത്തിൻ്റെ സർഗാത്മകതയിലൂടെ ബോധത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയും നിർണിത സാമാന്യബോധത്തെ മറികടക്കുകയും ചെയ്യുന്നതാണ് മാനവീകരണ പ്രക്രിയ. മാനവീകരണം എന്നത് തിരിച്ചറിവിൻ്റേതായ ഒരു മനോഭാവമാണ്. മാറുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച്, പ്രയോഗ പരിസരങ്ങൾക്കനുസരിച്ച് ഓരോന്നും പരിണമിക്കേണ്ടതാണ്. നിർണിത മതബോധം ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നില്ല. സ്ഥിരമായ മൂല്യങ്ങളും പ്രയോഗങ്ങളും ഉണ്ട് എന്ന് നമ്മെ വിശ്വസിപ്പിക്കുകയാണ് അത് ചെയ്യുന്നത്. ഓരോ കാലത്തും രൂപപ്പെടുന്നതും പ്രയോഗിക്കപ്പെടുന്നതുമായ ചിഹ്നങ്ങൾക്കും ചിഹ്ന വ്യവസ്ഥകൾക്കും വ്യവഹാരങ്ങൾക്കും അതത് ചരിത്രാവസ്ഥയ്ക്കനുസരിച്ചുള്ള മൂല്യമാണ് പ്രധാനമായുള്ളത്. സദാചാര നിയമങ്ങൾ, ബന്ധവ്യവസ്ഥ, ദായക്രമം, സാഹിത്യ സൗന്ദര്യ ദർശനങ്ങൾ, മിത്തുകൾ തുടങ്ങി മതം വരെയുള്ള സാമൂഹ്യവും സാംസ്കാരികവുമായ സ്ഥാപിത വ്യവഹാരങ്ങളും ചിഹ്നങ്ങളും ഒന്നും തന്നെ
രൂപം കൊണ്ട കാലത്തെ മൂല്യ പരിസരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥമല്ല, മാറിയ സാമൂഹ്യ സന്ദർഭത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. സാമൂഹ്യ മാറ്റം എന്നത് അർത്ഥപരിസരത്തിൻ്റെയും മാറ്റമാണ്. പ്രയോഗ പരിസരം മാറുന്നതിനനുസരിച്ച് മൂല്യങ്ങളിൽ വ്യത്യാസം വരുന്നു എന്നത് ചരിത്രപരമായ വസ്തുതയാണ്. സ്ഥിരവും സനാതനവുമായ ഒരു മൂല്യം കേവലം ഒരു ചിഹ്നത്തിനോ ചിഹ്നവ്യവസ്ഥയ്ക്കോ വ്യവഹാരങ്ങൾക്കോ ഇല്ല. കേവലം ഒരു ചിഹ്നം പോലും എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ട് നിലനിൽക്കുന്നു, ആർക്കു വേണ്ടി പ്രയോഗിക്കപ്പെടുന്നു എന്നൊക്കെ നാം നിരന്തരം ചോദിക്കേണ്ടിയിരിക്കുന്നു. സാമാന്യബോധത്തെ നിയന്ത്രിക്കുന്ന ഉത്തമ വ്യവഹാരങ്ങൾ ജനകീയമല്ലാത്തതുകൊണ്ട് തന്നെ മാറിവരുന്ന അർത്ഥപരിസരങ്ങൾക്കനുസരിച്ച് മുൻകാല വ്യവഹാരങ്ങളുടെ കാലക്രമികവും കാലികവുമായ ധർമ്മം എന്താണെന്ന് പുനർനിർണയം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് കഴിയാത്ത ജനത ആവർത്തിത വന്ധ്യംകരണത്തിന് വിധേയമാവുകയാണ്. നിലവിലുള്ള സാമാന്യബോധം ഒരു അടഞ്ഞ വ്യവസ്ഥാ സഞ്ചയമാണ്. അതിനാൽ സ്ഥിരവും സനാതനവുമായ മൂല്യങ്ങൾ നിലനിൽക്കുന്നു എന്ന അബദ്ധധാരണ നമ്മെ പൊതിയുന്നു. സാമാന്യബോധത്തെ ഗ്രസിച്ചിരിക്കുന്ന ധാരണകൾ പരിശോധിച്ചാൽ സാമാന്യബോധവും ആർജിക്കേണ്ട ബോധവും തമ്മിലുള്ള ക്രിയാത്മക വ്യത്യാസം വ്യക്തമാകും. ചിഹ്നങ്ങളും ഗ്രന്ഥങ്ങളും പ്രവാചകരുമൊക്കെ അടങ്ങുന്ന പ്രത്യയശാസ്ത്ര സ്ഥാപനമാണ് മതം. മതത്തെ തൊട്ടാലുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ തെല്ലും ഭയക്കാതെ മതവിചാരണാ ദൗത്യം സ്വാമി ഗുരുശ്രീ സധൈര്യം ഒരു ധൈഷണിക കലാപമായി ഏറ്റെടുത്തു. പ്രാചീന മതതത്വസംഹിതയെ വിമർശനാത്മക അപഗ്രഥനം കൊണ്ടോ വ്യവഹാര അപനിർമ്മിതി കൊണ്ടോ തൽക്കാലം തൻ്റെ ഗവേഷണ തൃഷ്ണയ്ക്ക് പരിഹാരമൊരുക്കാം. പക്ഷേ ബദൽ തത്വചിന്തയും പ്രയോഗ പരിസരവും ഒരുക്കാതെ വിമർശനാത്മക ഇടപെടൽ സാധ്യമായെന്നോ ദൃഢീകൃത വ്യവഹാരം അപനിർമ്മിച്ചുവെന്നോ കേവലമായി സമാധാനിക്കാനാവില്ല. മതചിന്തയ്ക്ക് ബദലായി കൂടുതൽ ലളിതവും പ്രയോഗസാധ്യവുമായ ചിന്താമാതൃക മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട്. ഈ സാഹസിക ദൗത്യമാണ് അത്രൈത ചിന്താമാതൃകയിലൂടെ സ്വാമി ഗുരുശ്രീ പൂർത്തിയാക്കിയത്. മതസൃഷ്ടമായ സമൂഹ പാഠങ്ങൾ വർദ്ധിച്ചു വരുന്നത് കണ്ടിട്ടാകണം സ്വാമി ഗുരുശ്രീ മതശൂന്യമായി ചിന്തിച്ചത്. സാഹോദര്യത്തെ പ്രോത്സാഹിപ്പിക്കാത്ത മതം മനുഷ്യർക്ക് എത്രത്തോളം ആപൽക്കരവും ജീർണവുമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് സ്വാമി ഗുരുശ്രീ മനുഷ്യർക്ക് നിത്യാനന്ദത്തിനുതകുന്ന വഴി തിരഞ്ഞത്. ദീർഘകാലത്തെ മതഗ്രന്ഥങ്ങളുടെ പാരായണവും മനനവും മതദർശന മലിനത ബോധ്യപ്പെടുത്തി. മനുഷ്യരെ ആഴത്തിൽ ഗ്രസിച്ചിരിക്കുന്ന മതബോധത്തിൻ്റെ വിമലീകരണത്തിലൂടെ മാത്രമേ സാഹോദര്യബോധമാർജിച്ചുകൊണ്ടുള്ള മാനവീകരണം സാധ്യമാകൂവെന്നും അത്രൈതം സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ത്യയിൽ ഹിന്ദുമതം മതാധിഷ്ഠിതമായ സാമൂഹികതയും സാംസ്കാരികതയും സൃഷ്ടിച്ചിരിക്കുന്നു. സാഹിത്യം, കല തുടങ്ങി സദാചാരം വരെയുള്ള സകല മണ്ഡലങ്ങളും മതാടിസ്ഥാനം കൈവരിച്ചു. ഓരോരോ ജനവിഭാഗങ്ങളുടെയും തൊഴിലും ജീവിതക്രമവും എല്ലാം മതാത്മക പരിസരത്തിൽ നിർവചിക്കപ്പെട്ടു. നരസംസ്കൃത പ്രക്രിയ പിന്നിട്ട വ്യത്യസ്ത ഘട്ടങ്ങളിൽ മതം ശാസ്ത്രമായും മാനവിക പരിപ്രേക്ഷ്യമായും വരേണ്യ ലോകവീക്ഷണമായും ഒക്കെ അധീശത്വം നേടി. വർണ്ണവ്യവസ്ഥ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മനുഷ്യരെ വ്യത്യസ്ത കള്ളികളിലൊതുക്കി ദാസ്യവൃത്തി, കർമ്മഫലവും വിധിയുമൊക്കെയാക്കി നിർവചിക്കാനും സാമാന്യവൽക്കരിക്കാനും കഴിയുക വഴി മതത്തിൻ്റെ പ്രയോഗപരിസരം എന്തായിരുന്നുവെന്നും ധർമ്മവൃത്തി എന്തായിരുന്നുവെന്നും വിജയം ആരുടേതായിരുന്നുവെന്നും കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഭാരതത്തിൽ ഒരിക്കലും ജനതയുടെ സമഗ്രമായ നവീകരണത്തിനുള്ള ഉപാധി എന്ന നിലയിലല്ല മതം പ്രവർത്തിച്ചിട്ടുള്ളത്. സാമാന്യബോധത്തെ വന്ധ്യംകരിച്ച് നിഗൂഢവും അതിഭൗതികവുമായ വ്യവഹാരങ്ങളിലൂടെ മനുഷ്യജീവിതത്തിന് ഒരു ജഡഘടന പ്രദാനം ചെയ്യുക മാത്രമാണ് മതം ചെയ്തു വന്നിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാലികമായി പ്രാധാന്യമർഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രയോഗമാണ് മതത്തിൽ നിന്നുള്ള വിമോചനം എന്ന ബദൽ ധൈഷണിക നിലപാടുകൾ ഉള്ളടങ്ങുന്ന സ്വാമി ഗുരുശ്രീയുടെ അദ്വൈത ദർശനം. അദ്വൈതവാദികൾ ആഘോഷിക്കുന്ന ഏകമല്ല ദ്വൈതമാണ് മനുഷ്യ നന്മയ്ക്ക് പ്രയോജനം ചെയ്യുന്നതെന്ന ബദൽ തത്വശാസ്ത്രമാണ് അദ്വൈതം. അദ്വൈത ചിന്ത കുത്തിവച്ച വിഷം എളുപ്പത്തിൽ മാഞ്ഞു പോവുകയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ചിന്ത കൊണ്ടും പ്രയോഗം കൊണ്ടും ഒരു ജനതയുടെ ചിന്താശക്തി പ്രചോദിപ്പിക്കുവാൻ കഴിവുള്ള ഒരു തത്വശാസ്ത്രമായി അദ്വൈതം മാറുന്നത്.
സത്യം ഏകമാണെന്നും ദ്വൈതം മിഥ്യയാണെന്നും പ്രമാണങ്ങൾ കൊണ്ട് സ്ഥാപിച്ചിരുന്ന അദ്വൈത തത്വങ്ങൾ സൃഷ്ടിക്കുന്ന സമൂഹവിനാശം മനസ്സിലാക്കിയ സൂക്ഷ്മബുദ്ധിയായ സ്വാമി ഗുരുശ്രീയുടെ സത്യദർശനത്തിൻ്റെ കിരണങ്ങളാണ് അത്രൈതം എന്ന ഗ്രന്ഥം. അത്രൈതം വിഷഖണ്ഡ ചൂടാമണിയാണ്. ബോധത്തിൽ കലർന്നിരിക്കുന്ന അദ്വൈത വിഷമിറക്കാനുള്ള വിമലീകരണ മരുന്നാണ് അത്രൈത ദർശനം. ഇത് ഭാവനയല്ല, ആധുനിക ശാസ്ത്രജ്ഞാനത്തിൻ്റെ സൂക്ഷ്മദർശനങ്ങളാണ്. നാളിതുവരെ സമൂഹത്തെ ഗ്രസിച്ചു പോരുന്ന ആപൽക്കരമായ അബദ്ധങ്ങളെ ദൂരീകരിക്കാനും സുബദ്ധങ്ങളെ ഏകീകരിക്കാനുമാണ് ഗ്രന്ഥകർത്താവിന് താൽപ്പര്യം. 10 അധ്യായങ്ങളാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. അദ്വൈത സങ്കല്പങ്ങളുടെ ഗഹനമായ വിലയിരുത്തലുകളടങ്ങുന്നതാണ് ചൈതന്യമെന്ന ആദ്യ അധ്യായം. പണ്ടു മുതലേ ദുർഗ്രാഹ്യങ്ങളായി നമ്മെ ഗ്രസിച്ചിരിക്കുന്ന അദ്വൈത പദാവലികളായ ബ്രഹ്മം, ഓങ്കാരം, മോക്ഷം, പുനർജന്മം, അനുഗ്രഹം എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങളുടെ ഉള്ളൊഴുക്ക് എന്താണെന്ന് അപഗ്രഥിച്ച് അവ ഓരോന്നും നിർവഹിക്കുന്ന ഭയോൽപാദന ധർമ്മം വിവരിച്ച് അവയുടെ നിഗൂഢാർത്ഥം അയുക്തികമാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. ബ്രഹ്മാണ്ഡ സമസ്യകളെന്ന 2ാം അധ്യായം ബ്രഹ്മവും ബ്രഹ്മാണ്ഡവും എന്ന ആശയപ്രപഞ്ചത്തിൻ്റെ ഉള്ളറകൾ തുറന്നു വെളിപ്പെടുത്തി അദ്വൈതമല്ല ദ്വൈതമാണ് കാമ്പുള്ളതെന്ന് നിസ്സംശയം സ്പഷ്ടീകരിക്കുന്നു. 3ാം അധ്യായം മനുഷ്യരെ ഇതര ജീവിവർഗങ്ങളിൽ നിന്നും സവിശേഷമാക്കുന്ന പ്രജ്ഞപ്രഭയെയും ഒപ്പം ഈശ്വരീയതയുടെ ഉറവയെയും ശാസ്ത്രീയമായി വിലയിരുത്തുന്നു. അത്രൈത ചിന്തയുടെ ആരൂഢമായ പ്രാണപ്രമോദം, മൈത്രീബോധം, അപരസാന്ത്വനം, ആത്മസാന്ത്വനം എന്നിവയുടെ സമന്വയമായ ശമദമം ദാനധർമ്മ പരിസരത്തിൽ വിലയിരുത്തി പ്രപഞ്ചോർജത്തിൻ്റെ ആഗീരണ സൃഷ്ടിയായി ധ്യാനത്തെ ശ്രേഷ്ഠമാക്കുന്നു ശമദമം എന്ന 4ാം അധ്യായം. ശങ്കരാദ്വൈതത്തിൻ്റെ അപാകങ്ങൾ പ്രമാണ അപഗ്രഥനത്തിലൂടെ വെളിവാക്കുകയും ദ്വൈതമാണ് ഹിതമെന്ന് തെളിയിക്കുകയുമാണ് ദ്വൈതം ഹിതം എന്ന 5ാം അധ്യായം. മതങ്ങളും ഭാഷകളും തമ്മിലുള്ള വേഴ്ചാബന്ധം വ്യവഹാരോൽപാദനത്തിൽ പ്രതിഫലിക്കുന്നതെങ്ങനെയെന്നും അസത്യം സത്യമാക്കി പ്രചരിപ്പിക്കുന്നതെങ്ങനെയെന്നും ആശയദാരിദ്ര്യത്തെ ഭാഷാ കസർത്തിലൂടെ മൂടിവെക്കുന്നതെങ്ങനെയെന്നും ഭാഷയുടെ വക്രീകരണ പ്രയോഗത്തിലൂടെ സാമാന്യർക്ക് സത്യസ്വാംശീകരണം അസാധ്യമാക്കുന്നതെങ്ങനെയെന്നും വസ്തുനിഷ്ഠമായി സ്പഷ്ടമാക്കുന്നതാണ് 6ാം അധ്യായം. വർണ്ണവ്യവസ്ഥ അവർണർ എന്ന് ചാപ്പകുത്തിയ ജനതയെ അവർണനീയർ എന്ന് നാമകരണം ചെയ്യുക വഴി അവർണ കാരാഗ്രഹമായ ഹിന്ദുത്വത്തിൽ നിന്നും അവരെ സ്വതന്ത്രരാക്കി പാർശ്വവൽകൃത ജനതയുടെ സ്വത്വനിർണയം സാധുവാക്കുന്ന സാമൂഹ്യ വിപ്ലവമാണ് അവർണർ അവർണനീയർ എന്ന 7ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം. മനുഷ്യരുടെ സഹജബോധം വീണ്ടെടുത്ത് അവർ പതിത ജന്മങ്ങളല്ല ശ്രേഷ്ഠജരാണെന്ന് വരുത്താൻ മതബാഹ്യരായി ശമദമം ആചരിച്ച് നിത്യാനന്ദം കൈവരിക്കാനാവുമെന്ന മാർഗമാണ് 8ാമത്തെ അധ്യായമായ ശ്രേഷ്ഠജത്തിൽ തെളിയുന്നത്. 9ാം അധ്യായം നവോത്ഥാന കാലത്തിൻ്റെ വിചിന്തനമാണ്. സ്വാമി ഗുരുശ്രീയുടെ നവോത്ഥാന വിമർശനമാണിവിടെ കാണുന്നത്. പ്രജ്ഞാക്ഷയം വരുത്തുന്ന ഘടകങ്ങളെ തൊട്ടറിഞ്ഞു വെളിപ്പെടുത്തി സാഹോദര്യമാണ് ബ്രഹ്മജ്ഞാനം എന്ന തിരിച്ചറിവുണ്ടാകാതെ, ഫ്യൂഡൽ മനോഭാവത്തിൽ നിന്നും കുതറാൻ കഴിയാതെ എല്ലാം പഴയതുപോലെ പിന്തുടരുന്ന അവസ്ഥയെ നവോത്ഥാനമായി കാണാനാവില്ല. പിന്നോക്ക ശാക്തീകരണത്തിലൂടെയുള്ള മതരഹിതമായ നവോത്ഥാനമാണ് വേണ്ടതെന്ന് അടിവരയിട്ടുറപ്പിക്കുകയാണ് ഈ അധ്യായം. അത്രൈതമെന്ന 10ാം അധ്യായം സ്വാമി ഗുരുശ്രീയുടെ അത്രൈത തത്വചിന്ത പ്രായോഗികമാക്കുന്ന ആശ്രമ സംവിധാനത്തെ പരിചയിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട് ഞാൻ സ്വാമി ഗുരുശ്രീയുടെ അത്രൈതം എന്ന ഗ്രന്ഥം അവതരിപ്പിക്കുന്നുവെന്ന് പറയേണ്ടതുണ്ടല്ലോ. ഒന്നാമതായി ഇതൊരു മിനിമലിസ്റ്റ് തത്വചിന്തയാണെന്നത് തന്നെയാണ് കാരണം. അത്രൈത ചിന്താ പദ്ധതി മനുഷ്യർക്ക് പരമാനന്ദം അനുഭവവേദ്യമാകുന്ന ഒരു ജീവിതശൈലിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ലാളിത്യം, വിചാരണം, അനാവശ്യ ഘടകങ്ങളെ ഒഴിവാക്കൽ എന്നീ 3 തത്വങ്ങളിൽ ഊന്നിയുള്ളതാണിത്. ജീവനവുമായി ബന്ധപ്പെട്ട ഭൗതികാസക്തി, സാഹോദര്യ ബന്ധങ്ങൾ, കർമ്മം, വൈയക്തിക മൂല്യങ്ങൾ എന്നിവയെ പരിഗണിച്ചുള്ള ചിന്തയാണിതിൻ്റെ ആരൂഢം. ജീവിതം ആനന്ദപ്രദമാക്കാനുള്ള ഉത്തരവാദിത്തം അവരവരിൽ നിക്ഷിപ്തമാണ്. ലളിത ജീവനത്തിലൂടെ
ആവശ്യ ഘടകങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകി അപരനന്മ ജന്മദൗത്യമായി കരുതി പ്രജ്ഞപ്രഭയെ പ്രചോദിപ്പിച്ചുകൊണ്ട് എല്ലാത്തിൽ നിന്നും ആനന്ദം ആഗിരണം ചെയ്യാനും സഹചരിലേക്ക് വികിരണം ചെയ്യാനും പ്രാപ്തിയുണ്ടാക്കുകയാണ് മുഖ്യം. ഉദ്ദേശ്യശുദ്ധി പാലിക്കുക, ഒന്നിനോടും അമിതഭ്രമമില്ലാതിരിക്കുക, ജീവിതത്തിന് മൂല്യവും അർത്ഥവും നൽകുന്നതിനെ മാത്രം പോഷിപ്പിക്കുക, ചിന്ത, വികാരം, കർമ്മം എന്നിവയിൽ സ്പഷ്ടത കൈവരിക്കുക, എന്താണോ ഉള്ളത് അതിൽ സംതൃപ്തി നേടുക, ഇല്ലാത്തതിൽ ആവലാതി വേണ്ട, ചെറിയ കാര്യങ്ങളെ വിലമതിക്കുക. ഇതുവഴി അനാവശ്യ വ്യാകുലതകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിക്കും. ചിന്തയിൽ ലാളിത്യം കൈവരിച്ച് ധാരണകളെ ചോദ്യം ചെയ്യാനുള്ള കഴിവുണ്ടാക്കുക. അവരവരുടെ മൂല്യങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും കുറിച്ച് ആത്മാവബോധമുണ്ടാകണം. അപരനന്മ ലക്ഷ്യമാക്കുക വഴി മനക്ലേശവും ആകാംക്ഷയും കുറയ്ക്കാം. വിരക്തി സാധ്യമാകും. ഇതിനായി പ്രാണപ്രമോദം, മൈത്രീബോധം, ആത്മസാന്ത്വനം, അപരസാന്ത്വനം എന്നിവയുടെ സമന്വയമായ ശമദമം ആചരിക്കുക വഴി അവനവനും അപരനും സന്തോഷം അനുഭവിക്കാൻ കഴിയുമെന്ന് അത്രൈത ജീവിതചര്യയിലൂടെ സ്വാമി ഗുരുശ്രീ പ്രയോഗത്തിൽ വരുത്തിയിട്ടുണ്ട്. ശമദമചര്യയിലൂടെ ആർക്കും പ്രജ്ഞപ്രഭയെ കൂടുതൽ സർഗാത്മകമാക്കി പരമാനന്ദം അനുഭവിക്കാനാവുമെന്നത് മനുഷ്യരുടെ സ്വാഭാവിക ശേഷിയുടെ വീണ്ടെടുപ്പാണ്. പ്രജ്ഞപ്രഭയെ വലയം ചെയ്തിരിക്കുന്ന മതമലിനതയെ മനസ്സിലാക്കി ബോധവിമലീകരണം സാധ്യമാക്കാനായി ഓരോരുത്തരും മതബാഹ്യരാകേണ്ടതുണ്ട്. മതബാഹ്യരായാൽ പിന്നെന്ത് എന്നതിനുള്ള സമാധാനമാണ് അത്രൈതം. രണ്ടാമതായി, മനുഷ്യ സ്വാതന്ത്ര്യത്തെയും വിമോചനത്തെയും വ്യക്തി സമൂഹ ബന്ധത്തെയും മനുഷ്യ പ്രകൃതി ബന്ധത്തെയും ഈശ്വരീയതയെയും കുറിച്ചുള്ള ശ്രേണീകൃതമല്ലാത്ത ലളിത പ്രബോധനമാണ് അത്രൈതം എന്നതാണ്. മൂന്നാമത്തെ പ്രത്യേകത ചിന്തയുടെ അസങ്കീർണതയും ഭാഷയുടെ സുതാര്യതയുമാണ്. വക്രീകരണം ഒഴിവാക്കി ആശയ സ്പഷ്ടതയോടെയുള്ള വിനിമയമാണ് അത്രൈതത്തിൻ്റെ ആഖ്യാനപാഠം. മനുഷ്യർ അനുഭവിക്കുന്ന അസ്തിത്വ പ്രതിസന്ധിക്ക് ശമദമ പരിഹാരം നിർദ്ദേശിച്ചു തന്ന സ്വാമി ഗുരുശ്രീയെ അഭിനന്ദിച്ചുകൊണ്ടും അത്രൈത സന്ദേശം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്ന ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും ഓരോ മാനവ ഹൃദയത്തിലും പ്രതിഷ്ഠിതമാകേണ്ട ഈ മഹത് ഗ്രന്ഥത്തെ സവിനയം അവതരിപ്പിച്ചുകൊള്ളുന്നു.